MK Fabrics റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് My Wedding. My MK Fabrics, MK Road, Kollam. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. ദുഃഖത്തിൻ മാറാല നീക്കണേ സുബ്ഹാനേ, റമളാൻ വ്രതം എന്നിൽ തുണയേകണേ നാഥ. അല്ലാഹുവിൻ കാരുണ്യം ചൊരിയും റമളാൻ മാസം, രാപ്പകൽ ഇബാദത്തിൽ മുഴുകും പുണ്യമാസം. അസ്സലാമു കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ഉസ്താദ് സിറാജുദ്ദീൻ അൽകാസിമി പത്തനാപുരം റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. الحمد لله. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടലിനെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വിശുദ്ധമായ റമളാനിൻ്റെ 10ാമത്തെ നോമ്പ് ഞാനും നിങ്ങളും പിടിച്ചിരിക്കുകയാണ്. ഇന്നത്തോടുകൂടി റഹ്മത്തിൻ്റെ 10 നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് നേടിയ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ബയാനിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയ മഹത്തായ അനുഗ്രഹത്താൽ ഈ പരിശുദ്ധമായ റമളാനിൻ്റെ ഈ നോമ്പുകളൊക്കെ പിടിച്ച് വല്ലാത്തൊരവസ്ഥയിലും അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ നോമ്പുമായി നമ്മളൊക്കെ ഇടപഴകി തുടങ്ങി. നമ്മളുടെ ശരീരവും നമ്മളുടെ മനസ്സും അൽഹംദുലില്ലാഹ് റമളാൻ മാസത്തിലേക്ക് ലയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇബാദത്തുകൾ, നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഖുർആൻ പാരായണങ്ങൾ, ദിക്റുകൾ, ആവശ്യമില്ലാത്ത എല്ലാം നാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ പള്ളിയും നോമ്പും ഇബാദത്തുകളുമായി നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു ഈ 10 ദിവസം കൊണ്ട്. നമ്മൾ അൽഹംദുലില്ലാഹ് ഫർദ് മാത്രം നിസ്കരിച്ച് നടന്നവർ അൽഹംദുലില്ലാഹ് ഫർദിൻ്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് വരെ നിസ്കരിക്കാൻ തുടങ്ങി. തറാവീഹ് നിസ്കാരം, 20 റക്അത്ത്, വിത്ർ നിസ്കാരം, ദുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യാൻ തുടങ്ങി. പലരുടെയും കയ്യിൽ തസ്ബീഹ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് വലിയ മാറ്റങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നിലനിർത്തി തരുമാറാകട്ടെ. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പിഴവുകൾ തിരുത്തണം. നമ്മൾ ഓരോ ദിവസവും ഇന്നലെ നമുക്ക് ചെയ്തതിൽ വന്ന പിഴവുകൾ നമ്മൾ വിലയിരുത്തണം. ഹാസിബു ഖബല അൻ തുഹാസബു, നമ്മൾ സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യണം. എന്നിട്ട് ഓരോ ദിവസവും ഇന്നലെ ചെയ്തതിനേക്കാൾ കൂടുതൽ നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയണം. നമ്മൾ ഇന്നലെ നമ്മൾ വൈകുന്നേരമായപ്പോൾ ഇന്നലെ നമുക്ക് ഇന്ന പിഴവ് സംഭവിച്ചു. ആ പിഴവ് നമ്മൾ തിരുത്തിയിട്ട് ഇന്നലെ ചെയ്തതിനേക്കാളും കൂടുതൽ നന്മകൾ നമുക്ക് അടുത്ത ദിവസം ചെയ്യാൻ കഴിയുമ്പോഴാണ് അൽഹംദുലില്ലാഹ് നമുക്ക് മാറ്റമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ എന്ന് ഇങ്ങനെ തന്നെ ആയിപ്പോകരുത്. അല്ലെങ്കിൽ ഇന്നലത്തേക്കാളും താഴേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പറ്റരുത്. നമ്മൾ ഇന്നും മുകളിലേക്ക് ഉയരാനാണ് ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഇബാദത്തുകൾ അധികരിപ്പിക്കുക.
നന്മകൾ അധികരിപ്പിക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓരോ ദിവസവും നമ്മൾ അൽഹംദുലില്ലാ ഒരു ജുസ് നമുക്ക് ഓതാൻ കഴിയണം. ഇത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഞാൻ ഖുർആനിനെ കുറിച്ച് ഇൻഷാ അല്ലാ പറയാനുള്ളത് കൊണ്ട് അടുത്ത ഇതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇനി നാളെ മുതൽ നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനുള്ളതാ. അപ്പൊ അൽഹംദുലില്ലാ നാം എന്ത് ചെയ്യുക, ഓരോ ദിവസവും ഒരു ജുസുവെങ്കിലും ഓതിയാൽ 30 ദിവസം കൊണ്ട് നമുക്കൊരു ഖത്തം ഓതി തീർക്കാൻ കഴിയും. ഓരോ വഖത്ത് നിസ്കാരത്തിന് ശേഷം ഒരു 2-3 പേജ് ഒരു 10 മിനിറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ ഓതാൻ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ അൽഹംദുലില്ലാ നമുക്കൊരു ദിവസം ഒരു ഖത്തം ഒരു ജുസു ഓതാൻ പറ്റും. അപ്പൊ നമുക്ക് റമളാനിൽ ഒരു ഖത്തം ഓതി തീർക്കാൻ കഴിയും. അൽഹംദുലില്ലാ ഖുർആൻ ഓതാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ദിക്റുകൾ പറയാമല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാമല്ലോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്ന ദിക്ർ പറയാമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ കഴിയുമല്ലോ. അതുകൊണ്ട് എത്രത്തോളം നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മൾ അത്രത്തോളം നന്മകൾ ചെയ്യ്. ഇഖ്ലാസ് പാരായണം ചെയ്യ്. എത്രത്തോളം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. തൗഹീദിനെ കുറിച്ച് പറയുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. നമുക്കതിൻ്റെ മഹത്വം അറിയില്ലേ? ആ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ, എൻ്റെ ഉമ്മമാർ, ഖുർആൻ ഓതാൻ അറിയാത്ത എൻ്റെ ഉമ്മമാരോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹ 10 മറ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. ഏതെങ്കിലും ഒരു മനുഷ്യൻ 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഈ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ 10 പ്രാവശ്യം പാരായണം ചെയ്താൽ അള്ളാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്താ? സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് പണിയും. അള്ളാഹു നാളെ സ്വർഗത്തിൽ മലക്കുകളെ കൊണ്ടൊരു വീട് പണിയിപ്പിക്കും നിനക്ക് വേണ്ടി. 10 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ. എൻ്റെ ഉമ്മമാര്, എൻ്റെ ഉപ്പമാര് ചിന്തിക്ക്, ഖുർആൻ ഓതാൻ അറിയാത്ത നിങ്ങൾ ഒരു 10 പ്രാവശ്യം ഒരു വഖത്ത് നിസ്കാരം കഴിഞ്ഞ് ഒരു 10 പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്താൽ ഒരു ദിവസം 5 വീടുകൾ സ്വർഗത്തിൽ പണിയാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. ഞാൻ പറഞ്ഞത് ഇത് ഒരു നന്മയും ചെയ്യാൻ അറിയാത്തവർക്കാ. അപ്പൊ ഓരോ വഖത്ത് നിസ്കാരത്തിന് ശേഷം ഒരു 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യ്. അൽഹംദുലില്ലാ ഒരു വഖത്ത് കഴിയുമ്പോൾ സ്വർഗത്തിൽ ഒരു വീട് മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പണിത് കഴിഞ്ഞു. അപ്പൊ അൽഹംദുലില്ലാ ഒരു ദിവസം 5 വീട് സ്വർഗത്തിൽ നമുക്ക് പണിയാൻ കഴിയില്ലേ? അത് മാത്രമല്ല, ഖുർആൻ ഒരു അക്ഷരത്തിന് 10 പ്രതിഫലം. അലിഫ് ലാം മീം 3 അക്ഷരമാണ്. അലിഫ് ലാമു മീം 3 അക്ഷരം 30 പ്രതിഫലം കിട്ടി. 30 പ്രതിഫലം, ഒരു അക്ഷരത്തിന് 10 പ്രതിഫലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം പറഞ്ഞത് ഓരോ ദിവസവും നമുക്ക് അമിതമായി നന്മകൾ ചെയ്യാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ അബീ ഹുറൈറത അൻ അബീ ഖതാദത റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാ. മഹാനവറുകൾ പറയുന്നു, അബീ ഖതാദ റളിയല്ലാഹു തആല പറയുന്നു, ഞാൻ നബി തങ്ങൾ പറയുന്നതായി എവിടെ നിന്ന് കേട്ടു. എന്താണ്? ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങളിൽ നിന്ന് ഏറ്റവും പ്രയാസകരമായ ഒരു ദിവസമാണ് മഹ്ശറ. കഠിനമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഹ്ശറ എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. നമ്മളിപ്പോഴത്തെ ചൂട് ഭയങ്കര ചൂടാ ഉസ്താദെ, വല്ലാതെ ശരീരം വിയർക്കുന്ന ഉസ്താദെ, റമളാൻ ചൂടാണെന്ന് പറയുന്നവരില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ ഒന്നുമല്ല. ഈ ചൂടും ഒന്നുമല്ല. ചൂടൊക്കെ എവിടെ? അതൊക്കെ നാളെ പരലോകത്താ. മഹാനായ തഴവ ഉസ്താദ് പറയുന്നുണ്ട്, ചൂടുള്ള നാളുണ്ട് ഖിയാമന്നാള, ചുരുക്കി പറഞ്ഞാൽ എന്ത് ഹാല ചൂള പറയുന്നുണ്ട്. മഹാനായ തഴവ ഉസ്താദ് പറയുന്നത് ഒന്നുമല്ല. ചൂടുള്ള നാളുണ്ട് ഖിയാമന്നാള, ചുരുക്കി പറഞ്ഞാൽ എന്ത് ഹാല ചൂള, വൻദോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണ് ഈള, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂള, അമലൊന്നുമില്ലാതങ്ങു ചെന്ന കോള. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വീട് കെട്ടുന്ന ഇഷ്ടിക, പഴയ വീട് കെട്ടുന്ന ഇഷ്ടിക ഉണ്ടാക്കുന്ന ഒരു ചൂള കണ്ടിട്ടുണ്ട്. അതിന്റെ പരിസരത്ത് പോകാൻ കഴിയില്ല. വല്ലാത്ത ചൂടും വല്ലാത്ത പ്രയാസമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയുടെ വായിലൂടെ ഈള ഇങ്ങനെ ഒലിക്കും, പതയും നൊരയും. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മനുഷ്യന്റെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുന്ന. നമ്മുടെ ഉമ്മ വീട്ടിൽ ചോറ് വെക്കും, നമ്മുടെ ഭാര്യ നമ്മുടെ വീട്ടിൽ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് മുകളിലൂടെ ഇങ്ങനെ കവിഞ്ഞു പുറത്തേക്ക് പോകും. അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്ന മനുഷ്യന് ചൂട് സഹിക്കാൻ കഴിയാതെ
അവന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളച്ചിട്ടിങ്ങനെ മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ. ആ ഭയാനകമായ ദിവസത്തിൽ ആ മഹ്ശറയിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് രക്ഷപ്പെടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വല്ല കടമോ പ്രയാസമോ നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ അവരോട് കരുണ കാണിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ചു സാധുക്കൾക്ക് ഇത്തിരി താമസം ചെയ്തു കൊടുക്കണേ എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതിത്തള്ളാൻ പറ്റുമെങ്കിൽ എഴുതിത്തള്ളു, അതല്ലെങ്കിൽ നിങ്ങൾ ഇത്തിരി സാവകാശം ചെയ്തു കൊടുക്ക് എന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ആ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ റൂഹ് പിടിച്ചു. അങ്ങനെ ആ മനുഷ്യനെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ പരലോകത്തേക്ക് ആ മനുഷ്യനെ കൊണ്ടുവരപ്പെട്ടു. അപ്പൊ ആ മനുഷ്യൻ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ആലോചിക്കുക. അദ്ദേഹത്തോട് മലക്കുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ദുനിയാവിൽ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞ സൽക്കർമ്മം ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ അദ്ദേഹത്തോട് നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുടെ മുമ്പിലേക്ക് പോവല്ലേ, പരലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ, നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ എന്ന് ആ മനുഷ്യനോട് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ നന്മയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു കച്ചവടക്കാരനായ മനുഷ്യനാ. അദ്ദേഹം പറയുന്നു, അവസാനം ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയുന്നു, ഞാന് ദുനിയാവിലെ ജനങ്ങളുമായിട്ട് കച്ചവടങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളാ. അദ്ദേഹം പറയുന്നു, സമ്പന്നന്മാർക്ക് എന്ത് ചെയ്യും? സമ്പന്നന്മാരായ മനുഷ്യരോട് ആ മനുഷ്യൻ ഇത്തിരി താമസം ചെയ്തു കൊടുക്കും. സമ്പന്നർക്ക്, സമ്പത്തുള്ള ആൾക്കാർക്ക്, കച്ചവടക്കാരാണല്ലോ, ഇത്തിരി സാവകാശം ഞാൻ കൊടുക്കും. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്ന ദരിദ്രരായ ആൾക്കാർ, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കടവുണ്ടെങ്കിൽ ഞാൻ അങ്ങ് എഴുതി തള്ളുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരൊറ്റ നന്മ, കച്ചവടക്കാരനാ, ബിസിനസ്സുകാരനാ, പക്ഷെ എന്ത് ചെയ്യും? സമ്പന്നന്മാരായ ആൾക്കാർക്ക് ഇത്തിരി സാവകാശം കൊടുക്കും അദ്ദേഹം. പൈസ എന്ന് തരണമെന്ന് ഉണ്ടാവണമെന്നില്ലല്ലോ, ഞാൻ ഇത്തിരി സാവകാശം ചെയ്തു കൊടുക്കും. 2, പാവപ്പെട്ട ദരിദ്രരായ മനുഷ്യർ അവരെന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങി ഇതിന്റെ പൈസ തരാനുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും, ഞാനത് പുറത്തു കൊടുക്കും. അവരിൽ നിന്ന് ആ പൈസ വാങ്ങാറില്ല. നബിതങ്ങൾ പറയുന്നു, ആ മനുഷ്യൻ അള്ളാഹു സ്വർഗം കൊടുത്തു എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടം വലിയ ഒരു വിഷയമാണ്. അത് എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ഒരു മനുഷ്യന്റെ സ്വഭാവം നമുക്കറിയുമെന്ന്. സാമ്പത്തിക ഇടപാടുകൾ നടത്താതിരിക്കല നല്ലത്. നബിതങ്ങളുടെ മുമ്പിലൂടെ ഒരാൾ ഞാൻ നടന്നുപോയി. ഉമർതങ്ങൾ പറഞ്ഞു, നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ പോകുന്ന നബിയെ. നബിതങ്ങൾ ചോദിച്ച്, നീ ഓന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഓനുമായിട്ട് നീ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല നബി. അത് നടത്തിയാൽ അറിയാം ഓൻ നല്ലവനാണോ മോശക്കാരനാണോ എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമ്പത്തികം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. കടം വലിയ ഒരു വിഷയമാണ്. അള്ളാഹു കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബിതങ്ങളുടെ മുമ്പിൽ ഒരു ജനാസ കൊണ്ടുവച്ചാൽ നബിതങ്ങൾ ചോദിക്കും, കടമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ പറയും, നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചു കൊള്ളാൻ. കാരണം എന്തേ? കടക്കാരന് മയ്യത്ത് നിസ്കരിച്ചിട്ട് കാര്യമില്ല. കടക്കാരനായി മരിച്ചുപോയാൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി, ഹലോ.
എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. Signature Groom and Bride, opposite Shangas Hospital, Kollam. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. മോനെ, നന്നായിട്ടിരിക്കാൻ ഇവിടെയല്ല വരേണ്ടത്. മോൻ പോണ്ടത് പ്രകൃതിയിലേക്കാണ്. പ്രകൃതി ചികിത്സയാ? പ്രകൃതി ചികിത്സയല്ല, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. റമലാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാൻ എല്ലാ ദിവസവും വൈകിട്ട് 5:30 രാത്രി 11 മണിക്കും ഇടയത്താഴ് സമയം വെളുപ്പിന് 4 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമലാൻ ആശംസകൾ. നമ്മളോട് അധികം പേരും ദുആ ചെയ്യും, ഉസ്താദെ എനിക്ക് കടമുണ്ട്, മാറ്റിത്തരാൻ വേണ്ടി ദുആ ചെയ്യണം. എന്നാൽ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു ഹദീസാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ചിലർ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തും. അവരുടെ കയ്യിൽ കൊടുക്കാനുള്ള പൈസ ഉണ്ട്, എന്നാലും കൊടുക്കൂല. നിമിഷ നേരം കൊണ്ട് അവരുടെ ബാധ്യതകൾ തീർക്കാൻ അവർക്ക് കഴിയും. പൈസ അവരുടെ കയ്യിലുണ്ട്, പക്ഷെ അവർ കൊടുക്കില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറിയൊരു പൈസയായിരിക്കും നിങ്ങൾ കൊടുക്കാനുള്ളത്. പക്ഷെ നിങ്ങളത് കൊടുക്കാതെ വരുമ്പോൾ, പൈസ ഉണ്ടായിട്ടും കൊടുക്കേണ്ടവന് കൊടുക്കാതെ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം എന്താ? അള്ളാഹു നിങ്ങളുടെ ബർക്കത്തെടുത്ത് കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഉണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ സമ്പത്തിൽ ഉണ്ടായിരുന്ന ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. കേവലം 5000-ഓ 10,000-ഓ അല്ലെങ്കിൽ 50,000-ഓ 1,00,000 രൂപ, നിനക്ക് കോടികളുടെ ആസ്തിയുണ്ട്. നീ ആ ഒരു ചെറിയ പൈസയായിരുന്നു കൊടുക്കാനുള്ളത്. അത് പിന്നെ കൊടുക്കാം. ഓനിപ്പോ ആവശ്യമൊന്നുമില്ല. ഇട്ടിങ്ങനെ തട്ടി നമ്മൾ നീട്ടുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താ? നിനക്ക് അള്ളാഹു നിന്റെ സമ്പത്തിൽ തന്നിരുന്ന ബർക്കത്ത് നഷ്ടപ്പെട്ടു പോവുകയാ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിലർക്കാണെങ്കിൽ പടച്ചവനെ അവർക്കറിയാം കടമുണ്ട്. പൈസ ഒന്നും അവരുടെ കയ്യിലില്ല. അവർക്ക് കടമുണ്ട്, പക്ഷെ അവരുടെ മനസ്സിൽ പടച്ചവന് പൈസ ഒന്നും ഇല്ലെങ്കിലും മനസ്സിങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് കടമുണ്ട്, എങ്ങനെയെങ്കിലും വീട്ടണം, മരിക്കുന്നതിന് മുമ്പ് പടച്ചവൻ എൻ്റെ കടം തീർക്കണം, എനിക്ക് കടക്കാരനായി മരിക്കാൻ വയ്യ. ഒരു ഭയം, ഒരു വല്ലാത്ത ഭയം. അത് നല്ലതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിലും പടച്ചവനെ എനിക്ക് കടമുണ്ടല്ലോ, എനിക്ക് കൊടുക്കണം, ഞാൻ കടക്കാരനായി മരിച്ചു പോകും, ഒരു ഭയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കടം വീട്ടി തരുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്തെങ്കിലും ഒരു വഴി അല്ലാഹ് തുറന്നു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി അല്ലാഹ് തുറന്നു തരും. ആ കടം വീട്ടാനുള്ള ഒരു വഴി പടച്ചറബ് തുറന്നു തരും. നിങ്ങൾ പേടിക്കണ്ട, അല്ലാഹ് വീട്ടിക്കൊള്ളു ആ കടം. അള്ളാഹു വീട്ടും. മറിച്ച് നിന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് നീ കൊടുക്കാതെ ഇരുന്നാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾക്ക് വലിയ ദോഷമായി മാറും, നിങ്ങൾക്കെതിരായി മാറും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്ത് ചെയ്യുക? കടമൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നത് വിട്ടുവീഴ്ച ചെയ്യുക. അല്ലെങ്കിൽ കാലതാമസം ചെയ്തു കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്തു കൊടുക്കുന്നതിലൂടെ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയും. കടം വാങ്ങിയിരിക്കുന്നവരോട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പൈസ കിട്ടിയാൽ ഉടനെ കടം വീട്ടാൻ നോക്കുക. അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഇഴപ്പിച്ച് അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. 2, കൊടുക്കാൻ പൈസയില്ലെങ്കിലും കൊടുക്കാനുള്ള ഒരു ആഗ്രഹം, എനിക്ക് കടമുണ്ടല്ലോ എന്നുള്ളൊരു ബോധം നിനക്കുണ്ടെങ്കിൽ, നിനക്ക് പൈസ ഇല്ലെങ്കിലും നിന്റെ കടം അള്ളാഹു വീട്ടും.
അതിനുള്ള വഴികൾ പടച്ചറബ് തുറന്നു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല കടക്കാരായി മരിച്ചു പോകുന്നവരെ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരെല്ലാം ഒരു ദിവസം പോലും മുടങ്ങാതെ 1 മുതൽ ഈ 10 ദിവസം അൽഹംദുലില്ലാ ഈ വിനീതന്റെ ക്ലാസ് ആരെല്ലാം കേൾക്കുന്നവരുണ്ടോ അവരുടെ ആക്കിബത്ത് നീ നന്നാക്കണേ റഹ്മാനെ. നല്ല മരണം അള്ളാഹു നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കാണുന്ന അഡ്രസ്സിൽ നിങ്ങൾ എഴുതി അറിയിക്കുക. അൽഹംദുലില്ലാ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇൻഷാ അല്ലാഹ് പരിശ്രമിക്കും. അള്ളാഹു ഇൽമു പറയുവാനും പഠിക്കുവാനും അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടാണ് ഉസ്താദെ എൻ്റെ ചോദ്യം. ഇന്ന് കാണുന്ന നോമ്പ് തുറകൾ നോമ്പിനെ അപമാനിക്കലാണ്. നിന്നുകൊണ്ടും നടന്നുകൊണ്ടും ബിസ്മിയോ നോമ്പിൻ്റെ ദുആയോ ഒന്നും ഇല്ല പലർക്കും. നോമ്പിൻ്റെ നിയത്തിനെ കുറിച്ചും അനുവർത്തിക്കേണ്ടത് എങ്ങനെയെന്നും ഉസ്താദ് ഈ പ്രോഗ്രാമിലൂടെ ഒന്ന് വിശദീകരിക്കുമോ? ഈ പ്രോഗ്രാം കാണുന്ന 10,000-ങ്ങൾക്ക് ഇത് ഉപകാരമാകും. ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഭീമംപള്ളിയിൽ നിന്നും ഒരു സഹോദരനാണ്. അൽഹംദുലില്ലാ അള്ളാഹു ആ ചോദ്യം ചോദിച്ച ആൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നോമ്പ് തുറ എന്ന് പറയുന്നത് ചോദ്യം ഇന്ന് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നതിനുള്ള പട്ടിണി ഇരുന്നതിനുള്ള പ്രതികാരം ചെയ്യലാണെന്നുള്ള രീതിയിലാണ്. പക്ഷെ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മാത്രമല്ല, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല, ബിസ്മി പറയാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരാൾ ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ശൈത്താനും അവൻ്റെ മക്കളും കൂടെ വന്നിരുന്ന് കഴിക്കുന്ന. ബിസ്മി പറയാതെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ശൈത്താൻ അവൻ്റെ കൂടെ കൂടും. അപ്പൊ ബിസ്മി പറയാതെ കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചവരാ, മദ്രസയിൽ പഠിക്കണ കാലം മുതൽ പഠിച്ചവരാ. നിന്നുകൊണ്ട് ഒരിക്കലും സംസം വെള്ളം പോലും ചിലരൊക്കെ സംസം വെള്ളം നിന്നുകൊണ്ട് കുടിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സംസം വെള്ളം ഇരുന്ന് കുടിക്കണമെന്നാ. ഇരുന്ന് കുടിക്കണം, ഇരുന്ന് ഭക്ഷണം കഴിക്കണം, നിന്ന് കുടിക്കരുത്, നിന്ന് കഴിക്കരുത്. നബിതങ്ങൾ പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഈ നിന്ന് ഭക്ഷണം കഴിക്കുക, നിന്ന് വെള്ളം കുടിക്കുക അവർക്ക് മരുന്നുകളില്ലാത്ത രോഗം അള്ളാഹു കൊടുക്കുന്ന, മാരകമായ രോഗങ്ങൾ അള്ളാഹു കൊടുക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, എല്ലാവരും എന്ത് ചെയ്യുക, ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക, ബിസ്മി പറയാതെ കഴിക്കാൻ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അള്ളാഹു ചെയ്ത നിഅമത്താണ് ഭക്ഷണം. അത് കിട്ടാത്ത ലോകത്ത് എത്രയോ പേര്. നമ്മൾ ഇന്നത്തെ നോമ്പ് തുറ എന്ന് പറയുന്നത് വലിയ ആഘോഷം പോലെ നമ്മളിങ്ങനെ അമിതമായി ഭക്ഷണം കളയുന്നു. ഒരിക്കലും ചെയ്യരുത്. അള്ളാഹു ചെയ്ത നിഅമത്ത എത്രയോ പേര് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ഒന്നുമില്ലാത്തവരുണ്ട്. അതുകൊണ്ട് ഇസ്രാഫുകളൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് അദബ് മര്യാദയോടുകൂടി അൽഹംദുലില്ലാ ആ സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം മഹത്വമുള്ള സമയം, ദുആയ്ക്ക് ഇജാബത്തുണ്ട്. ഒരു മറയുമില്ലാതെ അള്ളാഹു മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയമാണ് നോമ്പ് മുറിക്കുന്ന സമയം. അതുകൊണ്ട് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയാതെ അതിന്റെ അദബ് മര്യാദയോടുകൂടി ഇൻഷാ അള്ളാഹ് അമലുകളൊക്കെ ചെയ്യുക. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ. My wedding, my MK Fabrics, MK Road, കൊല്ലം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്.
വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഗ്രൗണ്ട് ഫ്ലോർ ഈസ് കോൾഡ് സീസൺസ് ആൻഡ് ഇസ് ഫോർ പാർട്ടി വെയർസ് ആൻഡ് സൽവാസ്. First floor Chitragar lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers-നോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യൂണീക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride, opposite Shangas Hospital, Kollam. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. എനിക്കിനി ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങാൻ പറ്റുമോ? പണ്ട് എനിക്കിതുപോലൊരു ഇഞ്ചുറി വന്നപ്പോൾ എൻ്റെ കരിയർ നഷ്ടപ്പെടുന്നു ഞാൻ കരുതിയതാ. അന്ന് എന്നെ സേവ് ചെയ്യാൻ പ്രകൃതി ഉണ്ടായിരുന്നു. നിന്നെ സേവ് ചെയ്യാനും പ്രകൃതി കാണും. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. റമലാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാൻ എല്ലാ ദിവസവും വൈകിട്ട് 5:30 രാത്രി 11 മണിക്കും ഇടയത്താഴ് സമയം വെളുപ്പിന് 4 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമലാൻ ആശംസകൾ. അൽഹംദുലില്ലാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോദ്യങ്ങളിൽ നിന്ന് ഇൻഷാ അല്ലാ നമ്മൾ ഏറ്റവും നല്ല ചോദ്യം, ഒന്നാമത്തെ ചോദ്യം തിരഞ്ഞെടുക്കും ഇൻഷാ അല്ലാ. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൽഹംദുലില്ലാ MK സിഗ്നേച്ചർ. എന്റെ പ്രിയപ്പെട്ടവരെ, കൊല്ലം ജില്ലയിൽ അറിയപ്പെടുന്ന വലിയ ഒരു വസ്ത്ര സ്ഥാപനമാണ് അൽഹംദുലില്ലാ. ബഹുമാന്യനായ നമ്മുടെ നാസറുദ്ദീൻ സാഹിബും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അവരാണത് സ്പോൺസർ ചെയ്യുന്നത്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ചോദ്യം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൽഹംദുലില്ലാ അറഫ ഗോൾഡ് ആണ്. അൽഹംദുലില്ലാ അബ്ദുൽ ലത്തീഫ് സാഹിബ് അട്ടക്കുളങ്ങരയിലെ സ്ഥാപനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ആഫിയത്തും ദീർഘായുസും എല്ലാവിധ അഭിവൃദ്ധിയും അള്ളാഹു അവർക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ചോദ്യം അൽഹംദുലില്ലാ സ്പോൺസർ ചെയ്യുന്നത് പ്രകൃതി ഹോസ്പിറ്റൽ. അൽഹംദുലില്ലാ ബഹുമാന്യനായ ഷഫീഖ് സാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഡോക്ടർക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾ അവരുടെ ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും പരിപൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം അൽബയാൻ, ദാറുൽ ഇഷ്ക്, TC 49/416, SNRA 111, കുത്തുകല്ലുംമൂട്, മണക്കാട് PO, തിരുവനന്തപുരം 9. അൽഹംദുലില്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഓരോ പരിശുദ്ധമായ റമളാൻ വരുമ്പോഴും അൽ ബയാൻ എന്ന് പറയുന്ന ഈ വലിയൊരു പ്രോഗ്രാം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സ്പോൺസർഷിപ്പ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ മുൻപന്തിയിൽ നിൽക്കുന്ന സഹോദരങ്ങളാണ് MK ഫാബ്രിക്സ് കൊല്ലം. അൽഹംദുലില്ലാ 3 സഹോദരങ്ങളാണ്. ബഹുമാന്യനായ നാസറുദ്ദീൻ സാഹിബും അതുപോലെ തന്നെ ഷറഫുദ്ദീൻ സാഹിബും അതുപോലെ തന്നെ നിസാറുദ്ദീൻ സാഹിബും, ഈ 3 സഹോദരങ്ങൾ അൽഹംദുലില്ലാ അൽ ബയാൻ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാ വർഷവും അൽഹംദുലില്ലാ ഏറ്റെടുക്കുന്നവരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരങ്ങൾക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും അവരുടെ സ്നേഹബന്ധവും കുടുംബസമേതം നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഭാഗ്യം അല്ലാഹു അവർ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ പഠിച്ച അറിവുകൾ നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഇഖ്ലാസ് സൂറത്ത് കഴിവിന്റെ പരമാവധി പാരായണം ചെയ്യുക, ഇസ്തിഗ്ഫാറുകൾ പറയുക, അൽഹംദുലില്ലാ അല്ലാഹുവിലേക്ക് അടുക്കുക. അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുവാനും അത് കേൾക്കുവാനും നിങ്ങൾക്കും എനിക്കും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഈ പരിശുദ്ധമായ രാവുകളിൽ ഈ പുണ്യമായ മാസത്തിന്റെ ദുആയ്ക്ക് ഇജാബത്തുള്ള ഈ ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം എന്ന വസിയ്യത്തോടെ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ.
പാപം തുറന്നെടുത്തു ഞാൻ തൗഹീദിൻ മന്ത്രം മറന്നു നടന്നു. എങ്കിലും റംസാൻ തീർത്ഥത്തിൽ മുങ്ങിയ എൻ പാപമെല്ലാം തീരുകില്ലേ? നാഥൻ എന്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ? MK Fabrics റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് My Wedding My MK Fabrics MK Road കൊല്ലം. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ് ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ കൊല്ലം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ.